എന്താ അർത്ഥം? ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകം നിറയ്ക്കും. തീർച്ച. ചിന്തിക്കാൻ ഒരു ഹൃദയം കൊടുത്തു, ചിന്തിച്ചില്ല. കേൾക്കാനുള്ള ഒരു കാത് കൊടുത്തു, ആയത്തുകൾ കേട്ടു, വചനങ്ങൾ കേട്ടു, ഖുർആനിക വചനങ്ങൾ ക്രോഡീകരിച്ചു കേട്ടു. ചിന്തിച്ചില്ല. കണ്ണു കൊടുത്തു, കാണാനുള്ള അത്ഭുതങ്ങൾ കൊടുത്തു, കേട്ടില്ല. അലം യഅ്തികും നദീർ, താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ നിങ്ങൾക്ക്? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അതെ, താക്കീതുകാർ വന്നിരുന്നു. ഞങ്ങൾ കളവാക്കി, ഞങ്ങൾ കൂക്കുപിടിച്ചു, ഞങ്ങൾ കല്ലെറിഞ്ഞു, ഞങ്ങൾ സ്റ്റേജ് കയ്യേറി, ഞങ്ങൾ അറിഞ്ഞില്ല. 67 അധ്യായം 8, 9, 10 വചനങ്ങൾ. 7 അധ്യായം 178 വചനം. 33 അധ്യായം സൂറത്ത് അഹ്സാബ് 66, 67, 68 വചനങ്ങൾ. നരകത്തിൽ നിങ്ങളുടെ മുഖം കുത്തി വീഴും. അന്ന് നിങ്ങൾ പറയും, അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും തൊണ്ടപൊറാതെ വിഴുങ്ങി. നാട്ടുപ്രമാണിമാരെ ഞങ്ങൾ അനുസരിച്ചു. അവരുടെ വിശ്വാസത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴുമായിരുന്നു തൗഹീദ് കൊണ്ട്. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് റസൂല് പറഞ്ഞ അറബും മനറബും യൂറോപ്പും ലോകം മുഴുവൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിൽക്കൽ വരെ കടന്നുവന്ന തൗഹീദിന്റെ ശബ്ദം ഇന്നിവിടെ തകർന്നു. ദർഗകളിൽ മുട്ടുകുത്തി വീണ ഒരു സമുദായം, ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ എന്ന് ജൂതന്മാരെ അല്ലാഹു ശപിച്ചു, നസാറാക്കളെ അല്ലാഹു ശപിച്ചു. അംബിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തിയതിന്റെ പേരിൽ ജൂതന്മാരെ അല്ലാഹു ശപിച്ചത് മദ്യപിച്ചു എന്നതിന്റെ പേരിലല്ല, നേരെ മറിച്ച് മഹാന്മാരുടെ ഖബറുകൾ കെട്ടി ഉയർത്തിയതിന്റെ പേരിൽ അത് മുസ്ലിം സമുദായം ഇന്നും ചെയ്തു. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഏറ്റവും നികൃഷ്ടർ ഖബർ കെട്ടി ഉയർത്തുന്നവരാകുന്നു എന്ന് കള്ളം പറയാത്ത റസൂൽ. മഹാന്മാരുടെ ഖബർ കെട്ടി ഉയർത്തുന്നവർ ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ് ഫി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഏറ്റവും നികൃഷ്ടർ ഖബർ കെട്ടി ഉയർത്തി ആരാധന നടത്തുന്നവരെന്ന മുത്തുനബിയുടെ വാക്ക് മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് പറയും. ഖബർ കെട്ടി ഉയർത്തി സൃഷ്ടികളിൽ ഏറ്റവും വൃത്തികെട്ടവരായി റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ വരരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണോ? നിങ്ങളുടെ ഹജ്ജും നോമ്പും സക്കാത്തും ദാനധർമ്മങ്ങളും ശിർക്ക് കൊണ്ട് പൊളിഞ്ഞു പോകരുത് എന്ന് വിചാരിച്ച ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണോ? ബിദ്അത്ത് ചെയ്തതിന്റെ പേരിൽ ഹൗദുൽ കൗസറിൽ നിന്ന് സുഹ്കൻ സുഹ്ക എന്ന് പറഞ്ഞ് നബി ആട്ടി ഓടിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളിൽ ഒരാൾ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ വിചാരിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? മങ്കൂസും മൗലൂദും കയ്യിലേന്തി വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു നാഥ എന്ന് റസൂല് പരാതി പറയുന്ന ആ ഉമ്മത്തിൽ നിങ്ങൾ പെടരുത്, നിങ്ങൾ ഖുർആനിന്റെ അനുയായികളാകണമെന്ന് 25-ലെ 30-ാമത്തെ വചനപ്രകാരം ഞങ്ങൾ തീരുമാനിച്ചതാണോ ഞങ്ങൾ നിങ്ങളോട് ചെയ്ത തെറ്റ്? സ്ത്രീകൾക്ക് അക്ഷരം പഠിക്കൽ ബാധ്യതയില്ല എന്ന് പഠിപ്പിച്ച നിങ്ങളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് അക്ഷര വിപ്ലവം നയിച്ച് കൈപിടിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ബിദ്അത്തുകളുടെ നടുവിൽ ജീവിച്ചൊരു ജനതയെ സുന്നത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതാണോ മുജാഹിദുകൾ ചെയ്ത തെറ്റ്? മുജാഹിദുകളെ നിങ്ങൾ പഠിക്കണം. മുജാഹിദുകളെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെയും സുന്നത്തിനെയും തള്ളുക എന്നാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് വോട്ട് ചോദിക്കാനില്ല. എന്റെ പ്രസംഗം കേൾക്കുന്ന വിനീതരെ, സഹോദരങ്ങളെ, ഇന്ന് അല്ലാഹു നമ്മളെ മരിപ്പിച്ചാൽ ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്നൊരവസ്ഥ. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ ശിർക്കിലായി മരിച്ചുപോയവർ, അവരെ കുറിച്ച് നമുക്ക് വേദനയുണ്ട്. ജീവിച്ചിരിക്കുന്നവർ ശിർക്കിലെത്തരുത്. ഇന്ന് ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു ജൂതക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ രോഗിയായി കിടന്ന വാർത്ത അറിഞ്ഞു റസൂല് ഓടി ആ ജൂതന്റെ വീട്ടിൽ കയറി ചെന്നു. ആ ജൂതക്കുട്ടിയുടെ തലഭാഗത്ത് നിന്നു. നബിയെ പോലെ നമുക്ക് ഈമാനുണ്ടോ? ആ മകന്റെ തലഭാഗത്ത്, ജൂതനായ ആ മകന്റെ തലഭാഗത്ത് എന്ന് പറഞ്ഞു, മോനെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മോനെ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. റസൂലുള്ളാഹി പറയും. ആ കുട്ടി ബാപ്പാന്റെ മുഖത്ത് നോക്കി. ബാപ്പാന്റെ മുഖത്ത് നോക്കിയപ്പോ ബാപ്പ പറഞ്ഞു, മോനെ അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത പോലെ. സന്തോഷത്തോടു കൂടി ആ കുട്ടി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി. ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുത്, 50 ഏക്കർ പെരുമ്പാവൂരിന്റെ ടൗണിൽ കിട്ടുന്നതിനേക്കാൾ വലുത്
നീ കാരണം ഒരാൾ മുജാഹിദാകുക എന്നുള്ളത്. ഒരു മുജാഹിദ് പണ്ഡിതന്റെ പ്രസംഗം വെക്കാൻ പണം സ്പോൺസർ ചെയ്യുക എന്നത്, ഒരു മുജാഹിദ് പള്ളിക്ക് പണം കൊടുക്കുക എന്നത് മറ്റു പള്ളികൾക്ക് പണം കൊടുക്കുന്ന പോലെയല്ല. അത് തൗഹീദിന്റെ പ്രഘോഷണമാണ്, അത് സുന്നത്തിന്റെ സംസ്ഥാപനമാണ്, അത് ബിദ്അത്തിന്റെ കടക്ക് കത്തിവെക്കലാണ്, ഹറാമുകൾ വിഭാടനം ചെയ്യലാണ്, ഖുർആനിലേക്ക് നിങ്ങളെ വിളിക്കലാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.